word. ഇന്ന് രാവിലെ കർത്താവിന്റെ വലിയൊരു ദാസൻ നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷിക്കും. And he doesn't want me to say anything about him. അദ്ദേഹത്തെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. I like that. എനിക്കത് ഇഷ്ടമാണ്. But the Lord will speak through him. എന്നാൽ ദൈവം തമ്പുരാൻ തന്നെ കൂടെ സംസാരിക്കും. But I want to be grateful to God for him and all servants of God. ഹല്ലേലൂയ. ഈ ദൈവദാസനായിട്ടും എല്ലാ ദൈവദാസന്മാർക്കായും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. We have to translate into English. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. So I hope you'll bear with me. അതുകൊണ്ട് നിങ്ങളോട് സഹിക്കുമെന്ന് വിചാരിക്കുന്നു. Just pray. Start praying and thanking the Lord. The Lord will speak to every one of you. എല്ലാവർക്കും പറയുന്ന സന്ദേശം മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദയവായി പ്രാർത്ഥിക്കണം. So let us give a clap offering to the Lord and welcome the man of God. ആമേൻ. കർത്താവിനെ കരമടിച്ച ദൈവദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Hallelujah. Praise the Lord. Thank you, brother. കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. Praise the Lord. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ വരാനിടയാതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. I thank God I could be in your midst one more time. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഒരുമിച്ച് കൂടുന്നതിൽ. I'm very happy to be in your midst to share the word of God and pray. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭയ്ക്ക് വേണ്ടി വന്നതിന് ശേഷം പലതവണ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. The Lord led me to pray for this church many times. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെ തന്നെ ഒരു അനുഭവം എനിക്ക് ഈ സഭയിൽ നൽകുന്നുണ്ട്. When I pray, the Lord gives me a feeling of a family, an involvement in this church. അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ച നിങ്ങളോട് ഒരുമിച്ച് ചേർന്നിരുന്ന് ആരാധിക്കാൻ ഞാൻ പദ്ധതിയിട്ടു. ആ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I decided to be with you. I found out it was God's plan and I'm happy. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭത്തിൽ തന്നെ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. This morning the Lord has spoken to us. ദൈവം ഒരുപാട് ആലോചനകൾ ഓരോ ദിവസങ്ങളും തരുമ്പോൾ when God gives us different counsel every day, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാകാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. we should pray that these things become profitable for our lives. ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ആഴങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വചനം കൊണ്ട് പ്രയോജനമില്ല. If you listen to the word of God but you don't allow the word of God to work in you in the depth, it has no value. കേൾക്കുന്ന വചനങ്ങൾ അകത്ത് കയറി അത് പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. We must allow the word of God to come deep inside our spirit and it should work out. വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അനുവാദം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ വചനം വെറുതെ ഇരിക്കും. If you do not allow the word of God to go deep into our heart, it will just remain there. ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു വചനം പറയുന്നു. The Bible says if the wheat does not fall down and it is crushed, it will remain alone. ഈ വചനം കേട്ട് അത് അനുസരിക്കുന്നവനാണ് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട് പണിത മനുഷ്യനോട് തുല്യൻ. Those who listen to the word and obey it are those who have made their house on the rock. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്ന വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യാൻ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കണം. Let us give our hearts totally to the Lord that the word will do its work inside our lives. മത്തായി സുവിശേഷത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് പകൽ സന്ദേശം ആരംഭിക്കാം. Let us talk from Matthew 6 today. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് ഇന്നത്തെ കുറിവാക്യം. Matthew 5:13 is what we are going to read today. ഒരാൾ വായിച്ചേട്ടെ. Somebody read it. Praise the Lord. ഇംഗ്ലീഷിൽ വായിക്കുന്നവർ ഇംഗ്ലീഷിൽ പുസ്തകം നോക്കി വായിക്കുക, മലയാളത്തിൽ വായിക്കുന്നവർ വായിക്കുക. ഒറ്റ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. There is one thing that is mentioned there, be the salt. You are the salt of the earth. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ഗുണം മനസ്സിലാകും. അടുത്തോടെ Read വായിച്ചാട്ടെ. the next one also. അല്ല വായിച്ചോളൂ. ഉപ്പിന്റെ തന്നെ. യെസ്. If the salt has lost its saltiness, what worth has it but people to trample on it outside? ഒന്ന്, ഉപ്പ് എന്ന് പറയുന്നത് അത് ഗുണകരമായ സംഗതിയാണ്. Number one, salt is a very profitable thing. അതിന്റെ ക്വാളിറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. The quality is mentioned there. ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അതിനെ കൊണ്ട് പ്രയോജനമില്ലെന്നാണ് അവിടെ It is എഴുതിയിരിക്കുന്നത്. written if you lose the quality, it has no value. ഹല്ലേലൂയ. Hallelujah. ഉപ്പ് എന്ന് പറഞ്ഞാൽ രസപ്പെടുത്തുന്നതാണ്, രുചിപ്പെടുത്തുന്നതാണ്. Salt means something that makes you happy and also brings taste. നമ്മളൊരു ക്വാളിറ്റിയെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. God has an expectation about our quality. ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി ദൈവം ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ആകണം. A Christian's quality must be in tune with God's quality. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ഒരു ഗുണമേന്മ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. A child of God, God expects a certain amount of quality from him. അവന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ജീവിതത്തിലും അത് വെളിപ്പെട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗുണമേന്മയെ കുറിച്ച് ദൈവം പരിതപിക്കും. If we are not able to show out our saltiness, then God can be upset with us, angry with us. ഞാനതിനൊരു സയൻസ് ഒരാൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. I listened to what somebody was talking about science. ഞാൻ സയൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ലെങ്കിലും എനിക്ക് സയൻസിന്റെ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. I don't want to talk about science, but I'll tell you about that portion of science. സയൻസിന്റെ രാസനാമം അറിയാവുന്നവര് ഒന്ന് കൈ ഉയർത്തിയാട്ടെ. Those who know the technical term or the scientific name of salt, chemical name of salt, let me know.
We have teachers here. സോഡിയം ക്ലോറൈഡ് ടീച്ചർ ഏറ്റവും പുറകിലെ ടീച്ചർ ആദ്യം തന്നെ Hallelujah. Sodium chloride. Hallelujah. ടീച്ചർ പറയുക സോഡിയം ക്ലോറൈഡ്. The teacher saying sodium chloride. എനിക്ക് സയൻസ് ശരിക്കും അറിഞ്ഞുകൂടാ. I do not know science well. കെമിസ്ട്രി നല്ലപോലെ പഠിക്കാനും അറിഞ്ഞുകൂടാ. I did not know how to study chemistry also. ഞാൻ ആ കാര്യത്തിലൊക്കെ ഒരു ഫൂളിഷാ. I was foolish in those things. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കേട്ടുകേൾവിയിൽ നിന്ന് ചില കാര്യങ്ങൾ പരിചയമുണ്ട്. But I learned some things by hearing. ആ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞപ്പോൾ NaCl2. Sodium chloride is NaCl2. ഒരു സോഡിയം 2 ക്ലോറിൻ. 1 sodium and 2 chlorine. ശരിയാണോ ടീച്ചറെ? Hallelujah. Hallelujah. ഒരു സോഡിയം 2 ക്ലോറിൻ. 1 sodium 2 chloride. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതിന്റെ പേര് NaCl2 അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. Both these together is NaCl2, which is sodium chloride. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ലാബിൽ ടീച്ചറോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ പരിശോധിക്കുന്നവരുണ്ടെങ്കിൽ ഈ സോഡിയം തന്നെ നാക്കിലൊന്ന് തൊടാമോ? Can you touch this sodium by itself? ഹല്ലേലൂയ. Hallelujah. സാധിക്കില്ല. ക്ലോറിൻ ഒന്ന് തൊട്ട് നോക്കാമോ? Can you touch chlorine by itself? ഇത് രണ്ടും തൊടാൻ നോക്കിയല്ല, പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോ അത് രണ്ടും നാവിന് രുചിപ്പെടും, അത് ലോകത്തിൽ എല്ലാവർക്കും രുചിയായിട്ട് മാറും. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന രുചി. Hallelujah. If you mix the two together, it has a beautiful taste. That is what God expects from our life also. Hallelujah. Hallelujah. എന്റെ ദൈവം പറഞ്ഞു, സോഡിയമായിട്ട് തന്നെ ഇരുന്നാൽ ഒക്കത്തില്ല, ക്ലോറിനായി തന്നെ ഇരുന്നാൽ ഒക്കത്തില്ല, അത് മിക്സ് ചെയ്യാൻ ദൈവം പറയുകയാ, അത് രുചിപ്പെടുത്തുന്ന ഒന്നാണ്. God says, don't just remain as sodium, not just as chlorine. Bring it together and bring taste in your life. അപ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്ന വസ്തുത നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand what God is expecting? ആ ക്ലോറിൻ എനിക്ക് ആഹാര പദാർത്ഥമല്ല. Chlorine is not good for me to eat. അത് സോഡിയം എനിക്ക് ആഹാര പദാർത്ഥമല്ല. Sodium is not good for me to eat. എന്നാൽ എന്റെ ഭക്ഷണത്തെയും എന്റെ ജീവിതത്തെയും ശുചി ചെയ്യുന്നത്, ശുദ്ധിയാക്കുന്നത് ഈ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അത് രുചിപ്പെടുത്തുന്ന ഒരു വസ്തുവായിട്ട് മാറുകയാണ്. But when they come together, it becomes something good for me in my food. ഞാൻ ഈ സയൻസ് പഠിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രി തന്നെ നിങ്ങളോട് ചോദിക്കാനുണ്ട്. When I teach science, I want to ask you some chemistry. എന്നോട് ചോദിക്കണം. Hallelujah. ഞാൻ വാസ്തവത്തിൽ ഒരു കൊമേഴ്സുകാരനാണ്, പക്ഷെ എനിക്ക് കെമിസ്ട്രി പഠിച്ചത് ചെറിയ ബേസിക് ക്ലാസ്സിൽ പഠിച്ചു. I only know chemistry from basics. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഈ ക്ലോറിന്റെ അളവ് ഇത്തിരി ഒന്ന് കൂട്ടി 2 ക്ലോറിൻ എന്നുള്ളതിന്റെ അംശം, അതിന്റെ അനുപാതം ഒന്ന് മാറ്റിയിട്ട് ആ ക്ലോറിൻ ഒന്ന് മാറ്റി കൂട്ടിയിട്ടാൽ അതിന്റെ സ്ഥിതിവിശേഷം എന്താകും? Let us think like this. Supposing we add the level of chlorine in NaCl2, make it NaCl3. How will it be? Hallelujah. Hallelujah. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുപാതത്തിന് മാറ്റം വരുത്തിയാൽ അതിന്റെ ഗുണമേന്മയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. If you bring the difference in what God has said in the proportion, there will be a difference. എൻ്റെ ദൈവം നിങ്ങളോട് പറയുന്നത് ഒരു അനുപാതവും വ്യത്യാസം വരുത്താൻ ദൈവം പറയുന്നില്ല, ഒന്നും ലൂസ് ചെയ്യാൻ ദൈവം പറയുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു അനുപാതമുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം വിശുദ്ധമായിരിക്കണമെന്ന് പറഞ്ഞ വിശുദ്ധമായിരിക്കണമെന്നാ. God says, do not go beyond what God has told you. Stay in the limits of boundaries that God has told you. If God is asking you to be holy, you must be holy. Hallelujah. Hallelujah. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനെ ഒന്നും തിരുത്താൻ അവകാശമില്ല. എൻ്റെ ദൈവം പറയുന്നു, അതേ അനുപാതങ്ങൾക്ക് മാറ്റമില്ല. എൻ്റെ ദൈവം പറഞ്ഞ വാക്ക്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. There is no change in the word of God. When God says you be holy as I am holy, he means exactly that. അത് ദൈവത്തിന്റെ ആലോചന വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. അത് വചനത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഗുണമേന്മയുള്ള ആളുകളാകണമെന്ന് ദൈവം എപ്പോഴും പ്രതീക്ഷിക്കുക. You study the word of God. God always wants us to be worthy of himself. നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ദൈവരാജ്യത്തിനും പ്രയോജനമില്ല. If you lose our quality, nobody has any use of us, even the kingdom of God. ഞാൻ സാധാരണ നിലയിൽ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായിട്ട് ജീവിക്കാൻ കഴിയാതെയും ചെയ്തു പോയാൽ സംഭവിക്കുന്നത് ഇവിടെയും അവിടെയും ഒരുപോലെ നഷ്ടപ്പെടും. You know what? If you become a child of God, but you're not able to maintain the quality of a child of God, you will lose outside and you will lose inside. Hallelujah. Hallelujah. ലോകത്തിൽ ഇഷ്ടം പോലുള്ള ജീവിതം നമ്മൾ നഷ്ടമാക്കി, എന്നിട്ട് കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം, എൻ്റെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് കൂടെ രൂപാന്തരപ്പെട്ട് ആ ആകാശമേഖലയ്ക്ക് പറന്നു കയറുമ്പോൾ നമ്മൾക്ക് ഉയരാൻ പറ്റാതെ ഇവിടെ കിടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയും അവിടെയും നഷ്ടപ്പെടാതെ വിശുദ്ധ ജീവിതം നയിക്കണം. If after being born again we are not being made ready for take up with Jesus, then we lose outside and we lose here. ഞാൻ നമ്മുടെ നാട്ടിലൊരു സാധാരണ വാക്ക് പറയാറുണ്ട്. ഈ ആളുകൾ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ പോയാൽ, അങ്ങനെ ജീവിക്കാൻ പറ്റാതെ പോയാൽ, കർത്താവ് അങ്ങ് വരുമ്പോൾ കുറച്ച് പേരങ്ങ് പോകും. I usually tell it in my home,
if people don't maintain their quality, some people will go, some people will stay. അപ്പൊ ഇനി ഞാൻ ചോദിക്കാം, ഇവിടെ ഇരിക്കുന്ന ചിലർ പോയി ചിലർ പോയില്ല എന്നിരിക്കട്ടെ. Just imagine, some of us here only will go when Jesus comes, but some do not go. Amen. അങ്ങനെ പോകാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത്രയും നാളും പറഞ്ഞത് കേട്ട ചില ആളുകൾ വാർക്ക കാണും. If you don't go up when Jesus comes, the minute you go out of this place, there are so many people outside who have heard what you and I have been preaching and teaching. ഫുട്ബോൾ തട്ടുന്ന പോലെ ഇവിടുന്ന് ഫിലദൽഫിയ വരെ കൊണ്ടുപോയി അവിടുന്ന് നേരെ ന്യൂജേഴ്സിക്ക് അടിച്ച് അവിടുന്ന് നേരെ അത് എയർപോർട്ടിൽ കൂടെ കയറ്റത്തില്ല, അത് മുഴുവനിട്ട് വട്ടം കറക്കി ആ കടലിനകത്തൂടെ വലിച്ച് എല്ലായിടത്തോടെയും കൊണ്ടുപോകും. കാര്യം എന്താണെന്നറിയാ? എടാ നീയൊക്കെ പ്രസംഗിക്കുന്നതും പറയുന്നതും ഒക്കെ ഞങ്ങൾ കുറെ കേട്ടതാ, പക്ഷെ കർത്താവ് വന്നപ്പോൾ നീ പോയില്ലല്ലോ എന്ന് പറയും. You know what the people who are remaining on this earth will say? We have been listening to you guys preaching, but you were not taken up with Jesus. So they will punish you. They are likely to punish us and put us through all kinds of problems. അവർ പറയും, ശരിയാ ഞങ്ങളുടെ ആൻറ്റി പോയി, ഞങ്ങൾക്ക് മനസ്സിലായി അവർ നന്നായി ജീവിച്ചു. My relative went because she was living unto the Lord. We understand that. പക്ഷെ ഞങ്ങൾക്ക് പോകാനോ പറ്റിയില്ല. We were not able to go. പക്ഷെ നീ പുസ്തകം പിടിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ച് നടന്നതല്ലേ, പക്ഷെ ഒരു കാര്യം നീ പോകാത്തതുകൊണ്ട് നിന്നെ ഞങ്ങൾ പന്ത് കെട്ടാൻ പോവാന്ന് പറയും. You were carrying the Bible and preaching a lot, but you are not able to go. Now we are going to play football with you. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയും കിട്ടിയില്ല സുഖം, അവിടെയും കിട്ടിയില്ല സുഖം. Which means even in this world you have no comfort, there also you have no comfort. ഇവിടെ നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് നേടണം. If you lose something here, remember you have to gain something in heaven. ഈ ലോകത്തോടും പിശാചിനോടും വിട പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നമുക്ക് സ്ഥാനം ഉറപ്പിക്കണം. If you say goodbye to the devil and to the world, we must also make sure that you have a place up. ഇവിടെ പാപത്തോട് വിട പറഞ്ഞിട്ട് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നിട്ട് അവിടെ കിട്ടാതെ പോയാൽ ഒരു വലിയ നഷ്ടമായി ജീവിതത്തിൽ വരാൻ പോകുന്നത്. If you don't receive something which God has kept us for in heaven, it's a big loss. ഞാൻ ഇന്ന് ഒരു എന്താ പറയാ, നമ്മൾ ഓഫർ പ്രസംഗമുണ്ട്, ഓഫർ പ്രസംഗം. Today I am giving you an offer. I am going to preach with an offer. ഒരു പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നവർക്ക് രണ്ട് പ്രസംഗം. Those who are willing to listen to one message, you get two messages. ഒരു ഷർട്ട് വാങ്ങിയ വേറൊന്ന് ഫ്രീ. In India we have this thing, if you buy one shirt is free. പക്ഷേ ഞാൻ ഇവിടെ കണ്ടു, ഞാനൊരു ഷോപ്പിൽ ചെന്നപ്പോൾ മാളിൽ ചെന്നപ്പോൾ അവിടെ കിടപ്പുണ്ട്, ഒരു ഷർട്ട് വാങ്ങിയ വേറെ ഷർട്ട് എടുത്തോളാം. അപ്പോൾ മാളിൽ പോയി. Here in a mall I saw there was one shirt, one was for free. നമ്മുടെ നാട്ടിൽ കാണാത്ത മാൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് കാണാൻ പോയതാ. I went to see our mall which we don't see it in India. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഞാൻ രണ്ട് പ്രസംഗം പറയുമെന്ന് പറഞ്ഞാൽ രണ്ട് ദൂത് നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ടുണ്ട്. What I am going to tell you, I have two messages for the church. ദൈവാത്മാവിനോട് പറയുന്ന വചനം ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ഗുണമേന്മയുള്ള വിശ്വാസികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. The Lord desires us to be people with quality in quality. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ട വിശേഷപ്പെട്ട ചില ഗുണവിശേഷങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാത്രം ഞാൻ പറയാം. I'm just going to tell you, give you some points on how good Christians must be. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് യേശുവിനെ പിൻപറ്റാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം. Luke 5:27 we see the desire of a man to follow Jesus. അവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. യേശുവിനെ പിൻപറ്റാനുള്ളതിന്റെ ആഗ്രഹമാണ് അവിടെ പ്രകടമാക്കുന്നത്. We see the desire to follow Jesus. ജസ്റ്റ് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. Please read those verses. അടുത്തത് ലൂക്കോസ് 5:27 വായിച്ചേ. യെസ്, അടുത്തത് അവൻ സകലവും വിട്ട് എന്ത് ചെയ്തു? യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചു. He left all and followed Jesus. യേശുവിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഗുണമേന്മയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ അവന്റെ പിറകെ നടക്കാനുള്ള മനസ്സ് വേണം. Quality number 1 for a good Christian, if God calls you to follow him, do exactly that. ഹല്ലേലൂയ. അവനെ അനുഗമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ്. If we have a desire and a heart and a mind to follow him, that is the first quality, precious saints. യേശുവിന്റെ പിന്നാലെ പോകാനുള്ള ഒരു മനുഷ്യന്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The first important thing is for your desire to go after Jesus. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല. Look, if you don't have a desire, nothing will work. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഏറ്റവും ഏത്തരമായ ഭക്ഷണം പല വീടുകളിലും ഉണ്ട്. In many homes we have been blessed with rich food. പക്ഷെ പല ഭക്ഷണങ്ങളും കഴിക്കാൻ താല്പര്യമില്ല. But we have no desire because some of those food is made here in America. ഒടുവിൽ ഇന്നലെ രാത്രി അവസാനം ഞാൻ കഞ്ഞി കുടിച്ചു. Finally, yesterday night I took some kanji.
അത് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. After eating that kanji, I felt very good. ഓരോ മനുഷ്യർക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്. You know, different people have different desires. പക്ഷെ ദൈവത്തിന്റെ യേശുവിന്റെ പിന്നാലെ ചെല്ലാനായിട്ട് വിളിച്ച അകത്തേക്ക് ഒരു ആശ്വാസം കയറി വന്നിട്ട് യേശുവിന്റെ പുറകെ പോകാൻ ഒരു തോന്നൽ വരണം. If Jesus is calling you, a comfort comes into your heart and also a desire comes to follow Jesus. യേശു ഒരുപാട് പേരെ വിളിച്ചിട്ടില്ലേ? Jesus has called many people. യേശു ലോകത്തെ മുഴുവൻ വിളിച്ചില്ലേ? Has not God called everybody? യേശുവിന്റെ പുറകെ വന്നവർ എത്ര പേരുണ്ട്? How many people have gone after Jesus? ഹല്ലേലൂയ. വിളി കേട്ട് ഇറങ്ങാൻ നിങ്ങൾ മനസ്സ് കാണിച്ച് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. If you hear the word of God, the voice of God and follow, you are truly blessed. ദൈവത്തിന്റെ വിളി കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. We have heard the voice of God. സാക്ഷി പറയുമ്പോൾ ചില ആളുകൾ പറയും കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു എന്ന്. Many people say God has called me and separated me. എത്ര പേര് എന്റെ പേര് വിളിക്കും ഷാജി നീ ഇറങ്ങി വാ എന്ന് വിളിച്ചോ? How many of you really heard your names being called? For example, Shaji, Shiju, come. Did you hear? ദൈവം വിളിച്ചപ്പോൾ എല്ലാവരെയും കോമൺ ആയിട്ടൊരു വിളിയാ വിളിച്ചത്, എന്റെ പിന്നാലെ വരിക. In one sense of the word, God called everybody together. Come behind me. ഐഹിക ജീവിതകാലത്ത് ഒരുപാട് വിളി വിളിച്ചിട്ടുണ്ട് നേരെ. Yes, many people have been called through their names in this world. അതുകൊണ്ട് ഈ മനുഷ്യനെ വിളിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ യേശുവിന്റെ പുറകെ ഇങ്ങ് വരാൻ ശ്രമിച്ചു. That is why God called him and he also followed Jesus. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ പുറകെ വരാനായിട്ട് ഒരാൾ താല്പര്യപ്പെട്ടാൽ അത് അവന്റെ ഗുണമേന്മയിലെ ഒന്നാമത്തെ ഗുണവിശേഷമാണ്. So the first thing about a man is if he has heard, if he is willing to follow Jesus, that is the first thing. ഹല്ലേലൂയ. അടുത്ത ഗുണവിശേഷം പറയാൻ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. Luke 5:1. Let us read the next characteristic. ആ ഭാഗം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന സംഭവം നമുക്കറിയാം. ഗനസരേത്തിന്റെ തടാകത്തിൽ ഒരുപാട് പേര് വല വീശിയിട്ട് ഒന്നും കിട്ടാതെ വന്നിരിക്കുക. Many people are there in the lake Gennesaret. They have been trying to fish. They got nothing. അവരൊന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുക. They are washing their nets because they got nothing. ആ ഭാഗം മുഴുവൻ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം. When you read the whole thing, you know. യേശു ഒരു പടക് ആവശ്യപ്പെട്ടു. Jesus wanted a boat. ആ പടകിലേക്ക് യേശു കയറി. Jesus got into the boat. ആ കരയിൽ അല്പം നീക്കാൻ പറഞ്ഞു. He said, move the boat. അകത്തേക്ക് കൊണ്ടുപോയി. He moved inside. യേശു അവിടെ നിന്നുകൊണ്ട് അവിടെ ഇരുന്ന ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. Jesus began to teach the people like this. അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു. He preached the word of God, the kingdom of God. മർമ്മങ്ങളോട് വെളിപ്പെടുത്തി. He revealed secrets of the kingdom. ഉടനെ തന്നെ ശീമോന്റെ അടുക്കലേക്ക് തിരിഞ്ഞു. Immediately turned to Simon. എന്നിട്ട് ശീമോനോട് ഇങ്ങനെ പറഞ്ഞു. He told Simon, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. now you have to go into the deep. ഹല്ലേലൂയ. Hallelujah. വലയിറക്കാനായിട്ട് പറഞ്ഞപ്പോ ശീമോന്റെ വാക്കാണ് പ്രസക്തം. 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. In verses 5 and 6 you see the words of Peter which is significant. ആ ആ ആ ഹല്ലേലൂയ. നാഥാ ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല. Lord, we toiled the whole night, we got nothing. പക്ഷെ നിന്റെ വാക്ക് ഞങ്ങൾക്ക് മനസ്സിലായി. വിലയുള്ള വാക്കാ, സത്യമാണ് നീ പറഞ്ഞത്. നിന്റെ വാക്ക് അനുസരിച്ചാൽ അത് വിടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. But I understood one thing, it is your word you spoke. If I obeyed, I have deliverance. നീ പറയുന്നത് അനുസരിച്ചാൽ എനിക്ക് അനുഗ്രഹമാണെന്ന് എനിക്കറിയാം. If I obey what God says, it is a blessing for me, I know. വചനം കേട്ടപ്പോൾ ഒരാളിന്റെ മനസ്സിലെടുത്ത ഉടമ്പടിയും തീരുമാനവും കണ്ടോ? You see the covenant a man made when he heard the word of God. അതുവരെ അവൻ കേട്ടിട്ടില്ല. He never heard it like that before. പക്ഷേ അന്നവൻ വചനം കേട്ടു, യേശു പ്രസംഗിക്കുന്നത് കേട്ടു. അവൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും നീ പറഞ്ഞാൽ നടക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. We are convinced that when you say something it will happen. This man was convinced in the നീ heart. പറഞ്ഞ വാക്കിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വാക്കാണ് നിന്റെ വാക്കെന്ന് എനിക്കറിയാം. Lord, I know your word is so powerful. When you say let it be, it shall be. അതുകൊണ്ട് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുകയാണ്. Therefore, Lord, for your word I am going to cast a net. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുകയാണ്. By your word I am going to cast a net. I believe you. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. I believe you. എൻ്റെ യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. By Jesus I believe you. അതുകൊണ്ട് ഞാൻ നിന്നെ അനുസരിക്കുന്നു. Therefore I obey you. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ വിശ്വസിക്കുന്ന തന്റെ ജനം പറയേണ്ടത്, നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ അനുസരിക്കുന്നു. The people who obey God must say, I believe your word, therefore I obey you. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ വിശ്വസിക്കുന്നവർ അവനെ അനുസരിക്കണം. Those who believe God must obey him. ആമേൻ. Amen. എല്ലാ സത്യമാണെന്നറിയാം. We know everything is true, അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. but it's very difficult to obey. എല്ലാം ശരിയാന്ന് പറയും.
They know the word of God is true, എല്ലാം അനുസരിക്കാൻ ബുദ്ധിമുട്ട്. but it's difficult to obey. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എനിക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് മരുന്ന പ്രിസ്ക്രിപ്ഷനൊക്കെ ഞാനിങ്ങനെ കണ്ടു നോക്കിയിട്ടുണ്ട്. I have gone to hospitals and I've seen the prescriptions by doctors. ഞാൻ രോഗികളെ കാണാൻ പോകുമ്പോഴൊക്കെ അവിടെ ചിലപ്പോൾ ഒത്താല അതൊക്കെ ഞാൻ എടുത്ത് നോക്കും. I look into these prescriptions if I can when I go to the hospital. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഷേർലി ഇവിടെ ഇരിപ്പുണ്ട്. ഷേർലിക്ക് ഒന്നും പറയാൻ കൊടുത്തില്ല, സാരമില്ല, ഞാൻ പ്രസംഗിക്കുന്ന അവൾ പ്രസംഗിക്കുന്ന ഒരുപോലെ. Hallelujah, hallelujah. My wife Shirley is here. Hallelujah. അവൾക്ക് ചിലപ്പോൾ നേരത്തെ എൻ്റെ ഫാദറും മദറും ഒക്കെ അല്ല മദറുള്ളപ്പം ഒരുപാട് തരത്തിലുള്ള നല്ല ശരീരപുഷ്ടി ഉണ്ടാകാനുള്ള മരുന്ന് ടോണിക്സും ഒക്കെ മേടിച്ചു കൊടുക്കും. Many times we have got tonic which is good for our body. അത് മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. We bring it home. അത് ഞാൻ 1 മാസം 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും അത് ആയിരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. After 2 or 3 months when I look, it is in the same place. അമ്മച്ചി എന്നോട് ചോദിക്കും, മോനെ ഇവളൊന്നും കഴിക്കുന്നില്ലേടാ? So Amachi asked me, my mother asked me, doesn't she eat anything? അമ്മച്ചി അവൾക്ക് കൊടുത്തല്ലോ. I gave it to her. അവളോട് ചോദിച്ചു, വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. Did you not take it? അതവിടെ ഇരിപ്പുണ്ട്. It is there. The tonic is there in its ഒരു place. പ്രയോജനവും ഇല്ല. It has no value. അവസാനം അത് പൂത്ത് അത് കേടുവന്ന് എടുത്ത് ദൂരെ കളയും. Finally, what happens when the expiry date is over? They just throw it off. Hallelujah. Hallelujah. ചേട്ടത്തിമാര് ഡൽഹിയിൽ നിന്ന് ഒരു കാര്യം ചെയ്യും, ചേച്ചി ഒരു കാര്യം ചെയ്ത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തു വിടും. Hallelujah. Her sister sent her vitamin tablets from Delhi. അതെല്ലാം ഇവിടെ വരും. It all comes here. കുറച്ച് നാൾ കഴിയുമ്പോൾ കൂടെല്ലാം തനിയെ പൊട്ടും. After some time, that thing will burst by അതെല്ലാം itself. കേട് വന്നിട്ട് കൊണ്ടുവന്ന് കുപ്പയിലേക്ക് വലിച്ചെറിയും. We have to throw it and make it into waste. ഒരെണ്ണം പോലും കഴിക്കുകയില്ല. Can't even eat one. ഹല്ലേലൂയ. Hallelujah. ഞാൻ പലരോടും ഞാനൊരു കാര്യം പറയാം, ഈ വചനമെല്ലാം ഒരുപാട് കേൾക്കും, അനുസരിക്കാത്തവരാ 98%. Most of the people listen to the word of God, but normally they don't obey. വചനം കേട്ട് അനുസരിക്കുന്നതാണ് ഭാഗ്യവും നന്മയും. If you listen to the word of God and obey, that is a blessing and that is a goodness. കേൾക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, കേട്ടോ, ഇഷ്ടം പോലെ കേട്ടോ. No point in listening. There is no point. There is nothing wrong in listening. You can listen. ഒരുപാട് കേൾക്കുമ്പോൾ ശിക്ഷാവിധിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കേട്ടാൽ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. If we listen a lot, we will also be held accountable for what we hear. We must have an attitude to listen. അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. If you are not able to listen, there is no point in listening. ഇവിടെ ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അത് യേശു പറഞ്ഞു, അവൻ അനുസരിച്ചു. What Jesus said, they obeyed. യേശു പറഞ്ഞ കാര്യം അവൻ അനുസരിച്ചു. They obeyed what Jesus said. യേശു പറഞ്ഞത് അവൻ വിശ്വസിച്ചു. They believed what Jesus said. വിശ്വസിച്ചതുകൊണ്ട് അവൻ അനുസരിച്ചു. Because they believed, they did. Hallelujah. അതപ്പോ രണ്ടാമത്തെ ഗുണമേന്മ അനുസരിച്ചതാ. The second thing is they obeyed. അടുത്ത ഗുണമേന്മ ഒന്നുകൂടെ ഞാൻ പറയാം, പെട്ടെന്ന് വായിക്കണം. ലൂക്കോസ് 11:1. Luke chapter 11, ഒന്നാമത്തെ വാക്യം. verse 1. അടുത്ത ഒരു കാര്യമുണ്ട്, അവര് പറയുന്ന ഒരു വാക്കുണ്ട്, യേശുവേ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. Lord, teach me. ഹല്ലേലൂയ. ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. Lord, teach me also. അവര് പറഞ്ഞ വാക്ക് എങ്ങനെയാ ശ്രദ്ധിച്ചു കേട്ടോ? Listen to the word that he said. ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. Listen again. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. Lord, teach me to pray. യേശുവിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു മനോഭാവം അവർക്കുണ്ട്. They had a desire to learn from Jesus. അവർ ചിലർക്ക് പഠിക്കാനൊന്നും ഇഷ്ടമില്ല. Some people don't like to learn. അങ്ങനെ പഠിക്കുന്നതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. They don't like to learn. അതിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നത്. They say it's not needed. പക്ഷേ അവര് പറയുക, യോഹന്നാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, ആ പഠിപ്പിക്കുന്ന പോലെ നിന്റെ അടുക്കൽ ഞാൻ ചിലത് പഠിക്കണം. I also need to learn something from you as the disciples of John. യോഹന്നാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. John is teaching a lot. ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തു നിന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. Many people are teaching from many places. യേശുവേ ചില കാര്യങ്ങൾ ഞങ്ങൾ നീ പഠിപ്പിക്കണം. Some people you need to teach. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചേ ഒക്കത്തുള്ളൂ. We have to teach us some things in the life. ഞങ്ങളൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കാം. We are as students. ഞാനൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കാം. I am as a student. നീ ഞങ്ങളെ പഠിപ്പിച്ചേ ഒക്കത്തുള്ളൂ. You have to learn, teach us. യേശുവേ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. Lord, you have to teach us. ഹല്ലേലൂയ. Hallelujah. എന്റെ യേശു പറയുകയാ, ഞാൻ നിന്നെ പഠിപ്പിക്കാം മോനെ. I will teach you. ഞാൻ നിന്നെ പഠിപ്പിക്കാം മോളെ. I will teach you, my child. ഇതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് യേശു പഠിപ്പിച്ചാൽ അത് അനുസരിക്കാം? How many people want to learn when Jesus teaches? ഹല്ലേലൂയ. Hallelujah. എന്റെ യേശു പഠിപ്പിച്ചാൽ അത് അനുസരിക്കാൻ ഇന്ന് പകൽ താല്പര്യപ്പെടും. How many
many people want to learn when Jesus teaches ഹല്ലേലൂയ. you? യേശു പഠിപ്പിച്ചാൽ അത് അനുസരിക്കാൻ തയ്യാറാകണം. How many people are ready to learn when Jesus teaches ഹല്ലേലൂയ. you? Hallelujah. യേശു നിങ്ങളെ പഠിപ്പിച്ചാൽ ഒരു മനുഷ്യൻ പോലും മാറിയിരിക്കരുത്. If Jesus teaches you, stay with what Jesus has taught you. യേശു പഠിപ്പിച്ചാൽ സംശയത്തോടെ നോക്കരുത്. When Jesus teaches you, do not look at it with doubt. യേശു പഠിപ്പിച്ചാൽ അത് പഠിപ്പിക്കുന്നത് സത്യമായിരിക്കും. When Jesus teaches, what he teaches will be the truth. യേശു പഠിപ്പിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും. What Jesus teaches, it will be very good. അവന്റെ വാക്ക് അനുസരിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കാൻ സ്തോത്രം പറഞ്ഞാട്ടെ. Let us thank the Lord to obey what he says and to learn. ഇന്ന് പകൽ ദൈവമക്കൾ പറയേണ്ടത് എന്തെന്നറിയാമോ? Today what the children of God must say. അത് എന്റെ യേശു പഠിപ്പിച്ചാൽ ഞാൻ അനുസരിക്കും. If my Jesus teaches, I will obey. എനിക്ക് ചില പാഠങ്ങൾ വേണം ദൈവമേ. Hallelujah. I need some things, Lord. Lessons. എനിക്ക് ചില പാഠങ്ങൾ ആവശ്യമുണ്ട്. I need some lessons, Lord. നീ എന്നെ നന്നായി പഠിപ്പിക്കണം. Lord, teach me well. അത് പഠിക്കാൻ ഞാൻ തയ്യാറാ. I'm ready to learn. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? How many people are ready to learn from Jesus? ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യ പ്രിയപ്പെട്ടവരെ. It's a great thing to learn from Jesus. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് അടുത്ത വേഗം ഒരു ഗുണവും കൂടെ പറഞ്ഞ് ഞാൻ വേഗം മുൻപോട്ട് പോകാം. Let me tell you one more quality and go forward. 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 2 Timothy chapter 2 verses 2. സ്തോത്രം. പെട്ടെന്ന് 2:2 മതി മോനെ. 2 Timothy 2:2. ഓക്കേ. പഠിച്ച ഒരു കാര്യമാണ്. നീ ഒരു കാര്യം ചെയ്യണം, മറ്റുള്ളവരെ ഇനി പഠിപ്പിക്കാൻ തുടങ്ങണം. What you learned, you are going to teach other people. നിങ്ങൾ യേശുവിൽ നിന്ന് പഠിക്കുന്ന കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങണം. We must start to teach other people what you have received from the Lord straight away. ഒരു വാക്യമുണ്ട്. There's a verse in the book of അത് Hebrews. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. Last day I spoke to you about it. അത് നിങ്ങൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകുന്ന കാലം കഴിഞ്ഞു. If you look at your age, it is time that some of you became teachers. നിങ്ങളുടെ പ്രായം അനുസരിച്ച് നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആകേണ്ടതാണ്. According to your age, you must all be teachers. പക്ഷേ ഇതുവരെ ഇപ്പോഴും നിങ്ങൾക്ക് പാലത്രേ വേണ്ടുന്നത്. But what you still need, യേശുവിന്റെ അടുക്കൽ നിങ്ങൾ ഒരുപാട് പഠിച്ചില്ലേ? you learned a lot from Jesus. എത്ര നാൾ യേശുവിന്റെ അടുക്കൽ പഠിക്കാൻ തുടങ്ങിയിട്ട്? How many days will you learn from Jesus? എത്ര വർഷമായി യേശുവിന്റെ അടുക്കൽ പഠിക്കാൻ തുടങ്ങിയിട്ട്? How many years are we at the feet of Jesus? ആരെങ്കിലും ഇതുവരെ പഠിപ്പിക്കാൻ മനസ്സ് കാണിച്ചോ? Hallelujah. Have we started? Yes, we have. Praise the Lord. Hallelujah. We have started teaching other people. Hallelujah. 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 നിങ്ങൾക്ക് സന്തോഷമുണ്ട് പറയുന്നത്. I know you are happy when I preach the word. Yes. Hallelujah. നമ്മൾ അങ്ങനെയുള്ളവരാ. സ്വതന്ത്രം. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള മനസ്സ് വേണം. Yes, we have a mind to teach other people. Praise the Lord. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്ത ഒരു MSc മാത്സ്കാരനായ ഒരാളെ കണ്ടു. I saw a person who got a post graduation in mathematics. ഞാൻ പറഞ്ഞു നിനക്ക് നല്ല സ്കൂളിൽ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. I said you can go to a good school here and learn. സോറി എനിക്ക് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. I don't like to teach. Hallelujah. MSc മാത്സ്കാരനാ പക്ഷെ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. MSc mathematics but I don't know how to learn. എന്റെ മോള് ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറയും പപ്പ ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. I did not understand any of that teaching, my daughter said. എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. I could not understand anything. നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ഒരു ടീച്ചറാ. As somebody who has learned well. പക്ഷേ ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് മോഹമൊന്നും മനസ്സിലാകുന്നില്ല. My daughter is not understanding anything even when the teacher teaches. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ പ്രശ്നമായിരിക്കും. Probably the problem. ഞാൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ചോദിച്ചു. I asked the other daughters. എല്ലാവരും പറയുന്ന മറുപടി ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. They are all saying the same thing. പക്ഷേ ഒരു കാര്യം ദൈവത്തോട് നിങ്ങൾ പറയണം. You should tell the Lord something. കർത്താവേ ഒരുപാട് പഠനം കൊണ്ടല്ല. Lord, not through a lot of education. എത്ര പഠിച്ചോ അത്രയും. Whatever I have learned, so much. അത് വേറൊരാളെ പഠിപ്പിക്കാൻ എനിക്ക് കൃപ തരണം. Give me grace to teach the other person. യേശു രക്ഷകനാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. If you have learned that Jesus is truly a savior, you must teach or impart other people. യേശു നിങ്ങൾക്ക് നല്ലവനായിരുന്നെങ്കിൽ നിങ്ങൾ പറയണം അത് ഞാൻ പഠിച്ചു. യേശു നിങ്ങൾക്ക് നല്ലവനായിരിക്കും എന്ന് പറയാൻ പഠിക്കണം. If God has been good to you, tell other people Jesus has been good to you. അതിനുവേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. We are going to pray. We are actually moving into that. Hallelujah. പെട്ടെന്ന് ഒരു ഗുണം കൂടെ ചിന്തിക്കുക. ലൂക്കോസ് 6-ാം അധ്യായം. Let me tell you one more quality. അതിന്റെ 40-ാമത്തെ വാക്യം. Verses 40. 6:40. 4 and 40.
അതെ, ഗുരുവിനെ പോലെയാകാനുള്ള താല്പര്യം. We must become like the teacher. അതെ, എനിക്ക് യേശുവിനെ പോലെയാകണമെന്നുള്ള താല്പര്യം. The desire to become like Jesus. ലോകത്തിൽ ആരെയും പോലെയല്ല, Not like anybody else. എനിക്ക് യേശുവിനെ പോലെയാകണം. I want to be like Jesus. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഗുണവിശേഷങ്ങൾ നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആശിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ട് നിർത്തുകയല്ല, നൂറുകണക്കിന് ഗുണങ്ങൾ ഇനിയും ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. If you desire these things, we do not limit ourselves with these qualities, it is going to increase. പക്ഷേ ഇതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. But there can be a lot of obstacles. ഒരുപാട് എതിരുകൾ ഇതിനുണ്ടാകാം. There can be opposition for this. അത് നമുക്കതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. We should be able to give a price for that. യജമാനന്മാരെ വേർതിരിക്കാൻ നമുക്ക് കഴിയണം. We should be able to distinguish between things. പറഞ്ഞത് മനസ്സിലായി കാണില്ല. സുവിശേഷത്തിലെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. Matthew 6, the Lord says something. 24-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കേ. Verse 24, Matthew 6:24. Matthew 6:24. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. Hallelujah. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ ഇന്ന് അറിയണം, രണ്ട് യജമാനന്മാരെ നമുക്ക് സേവിക്കാൻ ഒക്കുകയില്ല. You cannot serve two people. രണ്ട് മാസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. We cannot serve two masters. അതെ, ഒരാളെ മാറ്റിയേ പറ്റുള്ളൂ. We have to remove one person. ഹല്ലേലൂയ. രണ്ട് യജമാനന്മാരുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ല. We cannot work under two servants. അതെ, അങ്ങനെ വന്നാൽ ഒരാളെ നമ്മൾ പകയ്ക്കേണ്ടി വരും. We have to hate one person. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവര് ലോകത്തിലുണ്ട്. There are people like that in this world. സാത്താനെയും വേണം, They want the devil. ദൈവത്തെയും വേണം. They want God. ഹല്ലേലൂയ. സാത്താന് ഒരു വിരോധം ഉണ്ടാക്കാൻ പാടില്ല. You cannot make we should not displease the devil. ദൈവത്തിന്റെ പക്കൽ എല്ലാ അനുഗ്രഹവും വേണം. We want all the blessings from God. പിശാചിനെ എതിർക്കാൻ സമ്മതമില്ല. We are not ready to oppose the devil. യേശുവിനെ അനുസരിക്കാൻ ഒക്കുന്നുമില്ല. And we are not able to. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്റെ യേശുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാത്താനും അവന്റെ പ്രവൃത്തിയോടും വിട പറഞ്ഞേ ഒക്കത്തുള്ളൂ. If you truly want the whole of Jesus, we have to say goodbye to the devil. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ഒക്കത്തില്ല. We cannot serve two persons at the same time. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയുണ്ട്. Luke 22, it's written like this. 54-ാമത്തെ വാക്യത്തിൽ Verse 54. ശിഷ്യന്മാർ അവനെ അകലം വിട്ട് അനുഗമിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. We see the disciples kept a distance when following Jesus. യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർ അകലം വിട്ട് അനുഗമിക്കുകയാണ്. They are keeping a distance when they follow Jesus. യേശുവിന്റെ അടുക്കൽ ഒരാൾ വരാൻ ഇച്ഛിച്ചാൽ ഏറ്റവും അടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടണം. If you really love Jesus, come close to him. യേശു നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. Jesus will come close to us. നമ്മുടെ അടുക്കിലേക്ക് അവൻ ഇറങ്ങി വരുമ്പോൾ നമ്മളും അവന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണം. When he comes to us, we should also draw close to him. നമുക്കറിയാം, യേശു ഒരിക്കല് തടാകത്തിന് നടുവില് പ്രത്യക്ഷമായ ഒരു സംഭവം. You remember a time when Jesus had appeared in the midst of the ocean. അപ്പോസ്തലന്മാർ അത്ഭുതമെല്ലാം കണ്ടിട്ട് അക്കരയ്ക്ക് പോവുകയാണ്. After seeing all the miracles, the apostles went the other side. അവർ അക്കരയ്ക്ക് പോകുമ്പോൾ ശിഷ്യന്മാര് ഇതാ തടാകത്തിന്റെ നടുവിൽ അവർ വല്ലാതെ കാറ്റിനാൽ വലഞ്ഞ് അവർ കുടുങ്ങി. The disciples were now in a jeopardy. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനകത്തേക്ക് ഇറങ്ങി വന്നു. Jesus came into the ocean when the disciples 4-ാം യാമത്തിൽ അവർ കടലിനകത്തൂടെ നടന്നു വന്നിട്ട് ശിഷ്യന്മാരുടെ നേരെ അവൻ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. In the 4th watch, he came to the disciples where they were and they said a word. അവർ കേൾക്കത്തക്ക നിലയിൽ അവൻ വിളിച്ചു പറഞ്ഞു. In a way they could understand and hear, he called out, പേടിക്കണ്ട, ഞാനാ. Do not fear, it is I. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടത് ഞാനാ. It is I, said the Lord, do not fear. അത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കേട്ടു. Hallelujah. The disciples heard it. വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ യേശു വന്നു. Jesus came to a place where they could hear him. യേശു കുറച്ചുകൂടെ നടന്നു. Jesus came closer. കുറച്ചുകൂടെ നടന്നു. Came closer. ശിഷ്യന്മാർ അവിടെ തന്നെ പടക് വല്ലാതെ വിഷമിച്ച് പടക് നങ്കൂരമിട്ടിരിക്കുക. There they had anchored the boat and they were there. യേശു നടന്ന് മുൻപോട്ട് കയറിയപ്പോ as Jesus is walking up and up and up, കുറച്ചുകൂടെ കണ്ടാ മനസ്സിലാകുന്ന രീതിയിലായി. they could understand Jesus a little clearly. ഹല്ലേലൂയ. പറഞ്ഞാൽ കേൾക്കാവുന്ന ദൂരത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് വരെ എത്തി. He came to a place where they could hear him very well. ശിമോൻ പറഞ്ഞു, നീ ആകുന്നെങ്കിൽ ഞാൻ ഈ കടലിൽ ഇറങ്ങാൻ കൽപ്പിക്കാൻ പറഞ്ഞു. If it is you, Lord, if it is you, command me to come into the boat, into the sea. അവൻ കടലിലേക്ക് കർത്താവ് പറഞ്ഞു, നീ നടക്കാൻ പറഞ്ഞു. He said, walk. നടക്കാൻ പറഞ്ഞു. He said, walk. അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ തിര കുറഞ്ഞില്ല. When he began to walk, the waves did not stop. അവന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്ന പോലെ വലിയ തിര In fact, ഉയർന്നു. it came to such a big level, it went over his head. ശക്തിയേറിയ തിര അവന്റെ മേൽ ഉയർന്നു വന്നു. Oh, very powerful waves came over him. പക്ഷേ യേശു തമ്പുരാൻ പറഞ്ഞു, But Jesus said, ഞാൻ ചവിട്ടിയേക്കുന്ന തിര കണ്ടോ, അതെന്റെ പാദത്തിനടിയിൽ അനങ്ങുന്നില്ല. look at the waves which I have put my foot on, the waves will not go above it. നീ നടക്ക. You walk.
നീ നടക്ക്. You walk. ഉടനെ തന്നെ ശിമോൻ കാലെടുത്ത് വെച്ചു. Immediately Peter put a foot forward. അതിനടിയിൽ കിടന്ന ഒരു തിര കിടന്ന് പൊളയുക. Under his feet the wave began to have a problem. അതിന് ഉയരണമെന്നുണ്ട്. It wants to rise up. പക്ഷേ പത്രോസ് ചവിട്ടിയേക്കുക. But Peter has his leg on it. യേശു പറഞ്ഞുകൊണ്ട് അവൻ ചവിട്ടിയേക്കുക. Because Jesus said that he has put his foot. The wave cannot move. It wants to cover him. Hallelujah. യേശു പറഞ്ഞതാ. But Jesus said, നീ ചവിട്ട്. put your foot forward. തിര ചവിട്ട്. Put your foot forward. ഓ നിനക്ക് ഉയരാൻ കഴിയില്ല തിര. Oh, in the way you can grow. Name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. I tell you. ആ തിരയെ ചവിട്ടിയാ. When Peter stands on the wave. യേശു പറഞ്ഞിട്ട് ചവിട്ടിയെങ്കിൽ. If Jesus has told you and you did it. പറ്റത്തില്ല. That wave cannot disturb you or destroy you. Hallelujah. The next thing. There again the wind and the wave is making a big disturbance. You know what I said? He came closer to Jesus. One wave he put his foot on. The next wave he put his foot. As he began to go in victory, he suddenly heard a voice. Hallelujah. Hallelujah. He heard the voice of the wind. He heard the wind blowing. He began to listen to his ears. His attention went there. He got scared. He got scared. Suddenly the wave began to take over him. The Lord put his hand forward. Hallelujah. 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 Jesus came and lifted him up. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Yes. He came to a place where he could catch him by the hand. Hallelujah. Hallelujah. Jesus says, I will not let you drown in the sea. Maybe your faith has become a little weak. I will not push you down. I will lift you up. I will lift you up. And I will take you with me. Hallelujah. That was prophetic. Hallelujah. I will take you with me. Hallelujah. So that you may not sing again. Oh, we'll make you stand with him. Maybe you are weak in faith. Maybe you are weak a little bit. But I tell you, because your faith has become weak, I will not throw you. I will lift you up. I will make you to stand on the waves. I'm going to teach you. Did you see that? Jesus and Peter began to walk together. Hallelujah. Glory to God. They walked together. They got into the boat. Hallelujah. Hallelujah. My Jesus always does a different thing. അല്പവിശ്വാസി നീ ഗുണമില്ലാത്തവനാന്ന് പറഞ്ഞ് അവനെ അവിടെ കിടക്കട്ടെ. My Jesus will never discard you. Hallelujah. Never. Hallelujah. കുറെ നാൾ ഞാനോട് പറഞ്ഞതാ. കുറെ നാൾ ഞാൻ പ്രസംഗിച്ചതാ. ഒരുപാട് ദൂത് നീ കേട്ടതാ. എന്നാൽ നിനക്ക് പോകുന്ന ഒന്ന് അനുഭവിക്കണം. Hallelujah. Oh, you have been listening to the word of God. You must be punished. You are useless. That is not the word of Jesus. My Jesus will never say, I will punish you, then only I lift you up. No. Hallelujah. No, I will not let you suffer. I am somebody who takes you by hand. This is my Jesus. Hallelujah. Hallelujah. This Jesus is here today. He is somebody who lifts you by hand. Hallelujah. 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 Hallelujah.
Hallelujah. നിങ്ങളെ വിശ്വാസത്തിൽ അല്പം താണുപോയാൽ അവൻ തള്ളി ഇടുമെന്ന് വിചാരിക്കരുത്. Church, listen to us. Because you become a little weak, Jesus will not cast you out. എന്റെ പ്രാർത്ഥനയിൽ അല്പം കുറഞ്ഞു പോയി, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കുമെന്നല്ല വിചാരിക്കേണ്ടത്. My prayer has gone down a little, so Jesus is going to punish me. No. എന്നാൽ എന്നോട് ദൈവത്തോട് പറയണം, എന്റെ കർത്താവേ, നീ എന്നെ ശിക്ഷിക്കുന്നവനല്ല, എന്നെ ഉയർത്തുന്നവനാണ്. Lord, you are not somebody who punishes me. You are a lifting up God. അതെ, ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടേക്കാം. Maybe you have more problems in your life. മറികടക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. Maybe you have problems in your life. എന്നാ പറയണം, എന്റെ യേശുവേ, But say, Jesus, നീ എന്നെ കൈക്ക് പിടിച്ച് എന്നെ ഉയർത്തുന്നവനാ. thank you for lifting me up with your hand. എന്റെ ഗുണമേന്മയിൽ അല്പം കുറവ് വന്നു പോയി. Maybe I'm not perfect. അത് ഞാൻ തിരിച്ചറിയുന്നു. I know it. എന്റെ കോളേജിൽ എനിക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടായി. I have some problem in my college. ഞാൻ ഒരു സാക്ഷ്യം നഷ്ടപ്പെടുത്തി. I lost my testimony. എന്റെ സ്കൂളിൽ ചില കുഴപ്പങ്ങൾ I ഉണ്ടായി. had some problem in my school. ഞാൻ ഒരു സാക്ഷ്യം നഷ്ടപ്പെടുത്തി. I lost my testimony. അതുകൊണ്ട് ഇനി ഞാൻ ആരാധനയ്ക്കില്ലെന്നല്ല I am പറയേണ്ടത്. not coming to worship. Don't say that. പറയാൻ പകരം പറയേണ്ടത്, Instead, you must say, ഇല്ല, ഇതൊന്നും എന്നെ യേശു താഴ്ത്തുന്നവനല്ല. these things won't push me down. അവൻ എന്നെ കൈക്ക് പിടിക്കും. He takes my hand. താഴ്ചയിൽ ഓർത്തവനാ. He is somebody who remembered me when I was താഴ്ചയിൽ nothing. ഓർത്തവനാ. He remembered me when I was അവൻ down. തകർച്ചയിൽ ഓർക്കുന്നവനാ. He is somebody who അവനാ remembers എന്റെ me. ദൈവം. He is my God. My Jesus. Hallelujah. ശമനഘടക Hallelujah. Yes, He is. Hallelujah. Hallelujah. Yes, He is. Hallelujah. വിശ്വാസത്യാഗം എന്ന് സംഭവിക്കുകയല്ല. Don't worry, your faith will always not be weak. പകരം എന്റെ വിശ്വാസത്തിൽ ഒരു ക്ഷീണം സംഭവിക്കുമ്പോൾ എന്നെ മാരോട് ചേർക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് പറയണം. I serve a Jesus. When I become tired in my faith, He holds me close to Him. ഇല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് മാത്രം നമ്മൾ വിശ്വാസത്തിൽ നിന്നെന്ന് പറയും. Otherwise, we will say, I stood in my faith by my ability. എന്റെ പഠനമായാലും എന്റെ ജീവിതമായാലും എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളായാലും ഏത് വഴികളിലും എന്റെ യേശു എന്റെ കൈക്ക് പിടിക്കാനുണ്ട് കേട്ടോ. No matter what your life is, our Jesus is always there to take our hand, make us strong in faith. മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കില്ല. Hallelujah. ഒന്നുകൂടെ പറ. മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കില്ല. ഒന്നുകൂടെ പറ. ആവർത്തിച്ച് പറ. എല്ലാവരും ചേർന്ന് പറ. മുങ്ങിത്താഴാൻ അവൻ അനുവദിക്കില്ല. Yes. He will never let us drown and kill ourselves. Hallelujah. 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 ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരുവനല്ലെന്ന് ഇന്ന് പകലിൽ നമ്മൾ അറിയണം. Our God will never drown us and kill us. അവന്റെ സ്നേഹം അതിന് തുല്യമായ ഒരു സമുദ്രം ഈ ഭൂമിയിൽ കാണാനില്ല. There is no ocean bigger than my Jesus. Hallelujah. Hallelujah. അത്ര വലിയൊരു നദി ഇവിടെ കണ്ടുകിട്ടാനില്ല പ്രിയപ്പെട്ടവരെ. There is no ocean or river that is bigger than our Jesus. Hallelujah. അവന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും അത് ആരാഞ്ഞറിയുന്നവൻ ആരെന്ന് പൗലോസ് പറയുന്നത് പോലെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല ആർക്കും. Hallelujah. Nobody has been able to understand the depth of His love, as Paul said. അങ്ങനെയെങ്കിൽ എന്റെ യേശുവിന്റെ മഹാസ്നേഹം കൊണ്ട് എന്നെ നിങ്ങളെ അവൻ സ്നേഹിച്ച് അവൻ കൈക്ക് പിടിച്ച് മാരോട് ചേർക്കുന്നെങ്കിൽ അവന്റെ സ്നേഹത്തിന്റെ ആഴം ഇനിയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. We are yet to know the depth of His awesome love. Hallelujah. 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 നമ്മളെ മേന്മയുള്ളവരാക്കാൻ അവൻ ദരിദ്രനായി. To make us people of quality and rich, He has become poor. Hallelujah. നമ്മളെ സൗഖ്യമാക്കാൻ അവൻ അടിയേറ്റു. When we were, so that we may be released, He got the beatings. കൊരിന്ത്യർ ലേഖനം പറയുന്നു, നിങ്ങളെ സമ്പന്നരാക്കി തീർക്കാൻ വേണ്ടി ഞാൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ. Do you know the grace by which I became poor so that you might become rich? എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ആ ഗുണമേന്മയിലേക്ക് ഉയർത്തിയെടുക്കാൻ എന്റെ ദൈവം പറയുന്നു, അതിനാ ഞാൻ ഈ തകർച്ച അനുഭവിച്ചത്. He said, I have gone through all these difficulties so that you may enjoy the blessings from heaven. അത് അറിയാൻ ഒരു ദൈവപൈതലിന് ഭാഗ്യമുണ്ടായാൽ അവനാണ് ലോകത്തിൽ ദൈവപൈതലായി വിശ്വസ്തമായി ജീവിക്കാൻ കഴിയുന്നവൻ. If you can know the quality of your God and live by it, that is the mark of a child of God. Hallelujah. അതുകൊണ്ട് കഥ പറഞ്ഞു, ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. Therefore Jesus said, I am holy, be holy. Hallelujah. എന്റെ ദൈവം ഇപ്പോഴും നമ്മുടെ കൈക്ക് പിടിക്കാൻ തയ്യാറായി നിൽക്കുക കേട്ടോ. My God is able to hold our hand in a bigger way today. Hallelujah. Hallelujah. ഇത് ദൈവവിഷയത്തിൽ മനുഷ്യൻ സമ്പന്നരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. In the things of God wants us to become rich. അത് നമ്മൾ ലോകത്തിന്റെ വിഷയങ്ങളാൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിൽ അമിതമായി നമ്മൾ ഇടപെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിന് ത്യാഗമുണ്ടാകാം. We may have a weakening in our faith when we move with people who have no faith. അത് വചനം പറയുന്നതിലൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. When the word says, I will stop by telling what the word says. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ചിന്തിച്ച് വായിച്ചാട്ടെ. 1 Timothy chapter 2 verses 4. സ്തോത്രം. Hallelujah. ക്ഷമിക്കണം, ഏതാ വായിച്ചത്? 1 തിമോത്തിയോസ് ആണോ?
Sister ഏതാ വായിച്ചു? ഞാൻ വായിച്ച് പറഞ്ഞു തെറ്റിയോ? 1 തീമോഥെയോസ് 2:4 അല്ലേ? 1 Timothy 2:4. ഓക്കെ, വായിച്ചോളൂ. ആ ആ ആ ഓക്കെ, അതെ. അടുത്തത് മത്തായി. ആ മതി, ആദ്യത്തെ മതി. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. മത്തായി 13:22 Matthew 13:22 also. ആ ശ്രദ്ധിക്കണം. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് എന്ത് ചെയ്തു? നിഷ്ഫലമായി തീരുന്നു. The things of this world, the thoughts of riches can bring the word weak in you. ദൈവവചനം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, അത് ധനത്തിന്റെ ചിന്ത, ഈ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ട് മനുഷ്യനെ എന്ത് ചെയ്യുകയാണ്? ഞെരുക്കുക. The word of God is inside you, but these thoughts from the world, the desire for riches, can make you weak. ഇത് രണ്ടും നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. These things normally for people, these things can crush you. അപ്പൊ ഗുണമേന്മ നഷ്ടപ്പെടാനുള്ള അടുത്ത ഒരു പ്രശ്നം, ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളാണ്. So if your quality is weakening, the reason can be the things of the world are bringing the quality down. Hallelujah. ഈ ലോകത്തിന്റെ ചിന്തകളെ കുറിച്ച് നമ്മൾ ഒരുപാട് വ്യഗ്രതപ്പെടുമ്പോ എനിക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ആസ്ഥാനത്താകുകയാണ്. When we get too involved with the things of the world, my desire for the things of the heaven begins to come down. സത്യമല്ലേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? Isn't it true? We have to teach the children. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? Don't we have to feed them? ഒരു നല്ല വീട് അവർക്ക് കൊടുക്കണ്ടേ? Should we not give a good house for them? അവർക്ക് സഞ്ചരിക്കാൻ ഒരു കാർ വേണ്ടേ? Should we not give them a good car? ഇതൊക്കെ സത്യമാണ്, ആവശ്യമുള്ള സംഗതികളാണ്. These are necessary things. പക്ഷെ ദൈവരാജ്യത്തെ കഴിഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം സമയം ചെലവിടുമ്പോ എന്റെ ദൈവം പറയുന്നു, ദൈവരാജ്യം നിനക്ക് 2ാം സ്ഥാനമാണ്. അതുകൊണ്ട് നിനക്ക് ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. If you run after these things by forsaking the kingdom of God, then the kingdom of God begins to diminish and the blessings begin to diminish. Hallelujah. ദൈവരാജ്യത്തിലേക്കുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ട് ഞെരുക്കി നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു? You know, the things of heaven, we are not able to spend time with things of the heaven, but more with the things of the world. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്നുകൂടെ തുറക്കെ വായിച്ചേ. Let us read that again. എത്ര കാര്യങ്ങളാ വചനത്തെ ഞെരുക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങളാ വചനത്തെ ഞെരുക്കുന്നത്? How many things crush the word? ഏതൊക്കെ കാര്യങ്ങളാ പറഞ്ഞോളൂ നിങ്ങളെ. ഒന്ന്, ഈ ലോകത്തിന്റെ ചിന്ത നോട്ട് ചെയ്യുക. The thoughts of this world. Number 1, the thoughts of this world crush the world. 2, ധനത്തിന്റെ ചിന്ത, thoughts of riches. അടുത്തത് 3, 2 കാര്യമുണ്ടോ? ശരി, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ടല്ലോ. 2 important things. ഒന്ന്, ഈ ലോകത്തിന്റെ ചിന്ത. 1, the thoughts of this world. 2, ധനത്തിന്റെ ചിന്ത. 2, ലോകത്തിന്റെ ധനത്തിന്റെ വഞ്ചന, the deceitfulness of riches. മനുഷ്യന് ഇത് രണ്ടുമില്ലാതെ ഭൂമി ഒക്കത്തില്ല. Without these 2 things, it is difficult for a man to exist. പോകാനൊക്കത്തില്ലെന്ന് യേശു പറഞ്ഞു. Jesus said, you can not go from this world. ഇവിടുന്ന് പോകാനൊക്കത്തുമില്ല, ഈ ലോകത്ത് ജീവിക്കുകയും വേണം. You have to leave this world, but you cannot stay in this world. ഈ ലോകത്തിൽ നിന്ന് വേറെ എങ്ങും പോകാതെ വേറെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം. You must live for another country even when you are existing in this country. Hallelujah. Hallelujah. ഈ ലോകത്ത് ജീവിച്ചോണ്ട് തന്നെ ആ ലോകത്തിലെ ജീവിതം ഉറപ്പാക്കണം. Living in this world itself, you must make sure of your world in the worlds to come. പക്ഷെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരു മരം പോലെയാണെങ്കിൽ വേരുറക്കാത്ത ഒരു മരം പോലെ ആകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. If you must be in this world, you must be like a tree which root shall not be plucked off. പക്ഷെ ഈ ലോകത്തിൽ വേരുന്നുമ്പോ അത് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് വചനം പറയുന്നുണ്ട്. The Bible tells if the roots is in the world, it's difficult to go to the heaven. അതുകൊണ്ട് ഇവിടെ വീട് വെക്കേണ്ടെന്നില്ല. That doesn't mean you should not own a house. ഇവിടെ ജോലി ചെയ്യേണ്ടെന്നില്ല. Doesn't mean you should not work. വിദ്യാഭ്യാസം ചെയ്യേണ്ടെന്നില്ല. Does not mean you should not educate. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാ. All these things we must remember, we have to leave. കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മുടെ അകത്തുണ്ടാകണം. We must remember we have to leave all these things and go home to heaven one day. Hallelujah. Hallelujah. 45-50 വർഷത്തേക്ക് മോർഗേജ് ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ വരവ് ചിലപ്പോ 10 വർഷത്തിനകത്തോ അടുത്ത വർഷമോ വന്നാൽ ഈ മോർഗേജിനെ കുറിച്ച് നിങ്ങൾ എത്ര വെപ്രാളപ്പെടും
കഷ്ടപ്പെട്ട് രാവും പകലും കിടന്ന് വിഷമിച്ച് കഷ്ടപ്പെട്ട് കിടന്ന് യോഗവും പ്രാർത്ഥനയും കൂട്ടവും ഒന്നുമില്ലാതെ ഓടി നടന്നിട്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ കർത്താവിൻ്റെ വരവിനേക്കുള്ള ലക്ഷ്യം നിങ്ങൾക്ക് നഷ്ടമായി പോകും. സോറി. If the Lord comes in the next 10 days, but if you are running around to pay the mortgage for the next 45 years, your interest in that, you might lose out on being taken up with Jesus. പാസ്റ്റർ ഒന്ന് അടയ്ക്കുമോ? ഷാജി ഇടിക്ക് ഒന്ന് അടയ്ക്കുമോ? അത് You are asking me, will you come and pay the mortgage, Pastor? I'm sorry, എനിക്ക് അതിനുള്ള സാധ്യതയില്ല. I wish I could, but I can't. Hallelujah. ഞാൻ എൻ്റെ ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, യാത്ര പോകണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ പണം വേണ്ട, ടിക്കറ്റ് കിട്ടിയാൽ മതി. Hallelujah. If I have to travel, I tell my God, it is not the money, make sure the ticket is there. Amen. വിശപ്പിന് പണം കൊണ്ട് കാര്യമില്ല, വിശപ്പിന് ഭക്ഷണമാണ് വേണ്ടത്. Money will not solve your hunger. You need food. ധരിക്കേണ്ട സമയത്ത് വസ്ത്രം വേണമെങ്കിൽ വസ്ത്രം കിട്ടിയാൽ മതി. If you have to cover your nakedness, you must have dress, nothing else. Amen. എനിക്ക് എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ എന്റെ ജീവിത സന്ധാനത്തിന് ദൈവം തരേണ്ടത് സമയാസമയങ്ങളിൽ തരും. അതിനുവേണ്ടി ദൈവം എനിക്കൊരു ജോലി തന്നെങ്കിൽ അതിനകത്തുനിന്ന് പൂരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. God is capable of meeting all my needs with the job which I have. എന്റെ ദൈവത്തിന് എനിക്ക് പൂരിപ്പിക്കാനുള്ള വസ്തുതകൾ എന്റെ വീട്ടിൽ തന്നിട്ടുണ്ടല്ലോ. God has already given to me what I need to have a good life. എനിക്ക് കഴിക്കാനുള്ളത് എന്റെ വീട്ടിൽ തന്നിട്ടുണ്ടല്ലോ. God has already given me what I need in my home. എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ വാക്ക് പ്രസക്തമായി വരുന്നത്? Why is the word coming here becoming significant? അതെ, ധനത്തിന്റെ വഞ്ചന. It is the deceitfulness of riches. അത് പാസ്റ്റർ ആയാലും വിശ്വാസികളായാലും ലോകത്തിലെ ഏത് മനുഷ്യനായാലും മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ധനം. Money is something that easily deceives people, no matter who you are, even pastors. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം. So Jesus said it is easier for a rich man to enter the kingdom of God than for a camel to enter through the gate. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഒറ്റ ധനികനെ യേശുവിന് ഇഷ്ടമല്ലെന്ന്. That means we will think Jesus does not like rich people. പക്ഷേ യേശു പറയുന്ന ഒരു കാര്യം, നീ കോടീശ്വരനായാലും എനിക്ക് വിരോധമില്ല. Jesus said, I don't care if you become a millionaire or a zillionaire or a ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, നിന്റേതാണ് ഇത് പറഞ്ഞ് നീ ഇവിടെ അത് പൂഴ്ത്തി വെക്കുകയും അത് പിടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം എനിക്ക് നിന്നോട് ഒരു താല്പര്യമില്ല. But as long as you manage it in an ungodly way, I have no desire on you. ഹല്ലേലൂയ. അത് നിന്നെ വഞ്ചിക്കുന്ന ധനമാണ്. It is something that deceives you. അതിനെ ചതിക്കുന്ന ധനമാണ്. It is something that deceives you. ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല. There is no value for you in the kingdom of God. ഞാനൊരു പുസ്തകം വായിച്ചൊരിക്കൽ. I once read a book like this. അത് ഈ ധനത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പുസ്തകം വായിച്ചപ്പോൾ പൈസയുടെ കാര്യം പാസ്റ്റർ പറഞ്ഞു എന്ന് വിചാരിക്കല്ലേ. It talks about, it so happens that the subject is money. Don't say I preach money. നിങ്ങൾ പെട്രോൾ ഗ്യാസ് അടിക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ. If you have to put gas in your car, you have to spend money for that. ചായ കുടിക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണമല്ലോ. If you have to drink tea, you have to give money for that. പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. But listen to what I'm saying. ഒരിക്കൽ ഒരു മനുഷ്യന് ഒരു രാജാവ് ഒരു യജമാനൻ പോയിട്ട് വരുമ്പോൾ തന്റെ സ്വത്തെല്ലാം ഒരാളെ ഏൽപ്പിച്ചു. Once a man was leaving to a distant country, he gave all his property to somebody. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഈ പെട്ടെന്ന് യജമാനൻ വരുന്ന വാർത്ത കേട്ടിട്ട് ആ മനുഷ്യൻ കടക്കാരെയെല്ലാം വിളിച്ചു. So this man called all his debtors, and when the master is coming back, എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എത്ര എണ്ണയാണ് കടപ്പെട്ടിരിക്കുന്നത്? How much do you owe me? He began to ask. 100 എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ So one person said 100. ഇതിന്റെ കടച്ചീട്ടും കൊണ്ടുവരാൻ പറഞ്ഞു. He said, bring me your debt sheet. ആ കടച്ചീട്ടിനകത്തോട്ട് 100 എന്നുള്ളിടത്ത് 50 എന്നങ്ങ് Where it was written 100, he cut it off and wrote down 50. അങ്ങനെ തന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. So he called all his friends. ഈ കടം വാങ്ങിയവരെ മുഴുവൻ പേരെ വിളിച്ചു. He called all those who had a debt. ഏതായാലും സ്ഥാനത്ത് പുറത്താകാൻ പോവാ. Anyway, I am going to be thrown off. കാരണം ഈ സമ്പത്ത് നാനാവിധമാക്കി എന്നൊരു പേര് അവനെ കുറിച്ച് വന്നു കഴിഞ്ഞു. Oh, because they have then already he has received a testimony that he is a wastrel. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവരെല്ലാം വിളിച്ചിട്ട് നേരെ പകുതിയാക്കി കുറച്ചു. So what we will do, we will call them all and divide everything by half. സത്യത്തിൽ 100 കൊടുത്തവൻ 50 എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ? Actually, the one who had to give 100 has now to give only so much. യജമാനന്റെ സ്വത്ത് നാമാവശേഷമായി പോയി. You know, the property of the master was now പക്ഷേ യജമാനൻ വന്നു. The master came back. മനുഷ്യനെ വിളിച്ചു. He called the man. അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കടച്ചീട്ടെല്ലാം അവൻ സബ്മിറ്റ് ചെയ്തു. He gave all the debt sheet to this man. ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. I've said I've given so much. കിട്ടാനുള്ളത് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞു. This is all that I have to get.
അവരെല്ലാം വിളിച്ചു ചോദിച്ചാലും അവരതേ പറയത്തുള്ളൂ, ഞങ്ങൾ ഇത്രയും കൊടുക്കാനുള്ളൂ. This is all that we have to get. They also will എന്താ say. മനുഷ്യൻ ചെയ്തപ്പോൾ അതിന് കർത്താവ് പുകഴ്ത്തി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. But this man has been praised by the Lord. കള്ളത്തരം കാണിച്ചതിനെ യേശു അംഗീകരിക്കത്തില്ല. Jesus will not approve if you tell a പക്ഷേ lie. യേശു പറഞ്ഞത് അവൻ കാണിച്ച ബുദ്ധിയെ ദൈവം പ്രകീർത്തിച്ചു. But Jesus appreciated the wisdom of this man. ഞാൻ ആ പുസ്തകത്തിൽ കണ്ട വ്യാഖ്യാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. I liked the way that word was described there. അതിന് മറ്റൊന്നായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുക. It was described as something else. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സ്വത്ത് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഭൗതികമായ ഒരുപാട് നന്മകൾ ഈ ലോകത്തിൽ വിനിയോഗിക്കുമ്പോൾ ആ സ്വത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് മറ്റ് ലോകത്തിലെ കാര്യങ്ങൾക്കും ഡെവലപ്മെന്റ്സിനും വേണ്ടി പോകുന്നുണ്ട്. The money that we have been given in this world is going for different purposes. പക്ഷേ നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കപ്പെടുന്നുണ്ട് എങ്കിലും ആ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിനകത്തുനിന്ന് എടുത്തിട്ട് ദൈവരാജ്യത്തിന് പിശാചിന്റെ കോട്ടയ്ക്കെതിരെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പിശാചിന്റെ ഈ നിക്ഷേപം അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഈ പണം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സാത്താന്റെ കോട്ടയ്ക്കെതിരെ അല്പമായി വിനിയോഗിക്കുമ്പോൾ അവനെതിരായിട്ട് മാറുകയാണ്. When we use the money that God has given to us, even if a little bit, to destroy the works of the devil, it is actually a deposit against the devil. പക്ഷെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിങ്ങനെ സ്വരുക്കൂട്ടിക്കൊണ്ടേയിരിക്കും. But if you keep on depositing money, it will keep on accumulating in our bank. അത് ലോകത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരുപക്ഷെ പ്രയോജനപ്പെട്ടേക്കാം. It is probably good for your success in the world. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ പണത്തിന്റെ ഒരു അംശം ചെലവാക്കാൻ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വേറൊരു സ്ഥലത്ത് ഡിപ്പോസിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. But when we begin to deposit according to the principles of the kingdom of God, a deposit begins to become bigger in the kingdom of God. ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് കൂടി വരികയാണ്. In the kingdom of God, our deposit is rising not only in money but everything. അത് ഇവിടെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി നഷ്ടം സഹിക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. The principle is not money. Anything you lose in this world for the kingdom of God, you will get a deposit in heaven. Everything. ഭൂമിയിലും വരാനുള്ളതിലും അതിനെ നന്മ അനുഭവിക്കും. അത് not only in this world but for the world to come. അത് അപ്പൻ നഷ്ടപ്പെട്ടാൽ, അപ്പൻ നിന്നെ തള്ളിക്കളഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നിനക്ക് പിതാവായി നൂറുകണക്കിന് ആളുകളെ ഈ ഭൂമിയിലും സ്വർഗീയ പിതാവ് നിന്നെ പരിപാലിക്കുകയും ചെയ്യും. If your earthly father rejects you because you followed Jesus Christ, the Lord will prepare fatherly saints for you. യേശുവിന് വേണ്ടി ഞാൻ എന്റെ ആരോഗ്യം ചെലവഴിച്ചാൽ മറ്റൊരു സ്ഥലത്ത് എനിക്ക് ഡെപ്പോസിറ്റ് കൂടുകയാണ്. If I give my health for Jesus, somewhere else that deposit is being calculated. ഇവിടെ ഒരുപക്ഷെ എനിക്ക് നഷ്ടം പോലെ തോന്നിയേക്കാം. Maybe everything seems to be a loss in this world. ഇവിടെ എനിക്കത് കുറവ് പോലെ തോന്നിയേക്കാം. Here it may look to be a loss. എന്നാൽ എനിക്ക് വരാനുള്ളതിൽ ഒരു വലിയ നിക്ഷേപമാണ്. But there is what is going to happen to me in the next world is a big deposit. എന്താ ഞാനിത് പറഞ്ഞെന്നറിയാമോ? You know why I told you this? നമുക്ക് ഇന്ന് പകലിൽ ഒരു കാര്യം നമ്മൾ അറിയണം. We must understand one thing. നമ്മൾ ഈ വിശ്വാസത്തിന്റെ ഗുണവിശേഷങ്ങൾ, വിശ്വാസ ജീവിതത്തിന്റെ ഗുണവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ധനത്തിന്റെ വഞ്ചന നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. We must understand the deceitfulness of riches and throw it away so that we may have quality in our walk with Jesus. അത് മുള്ളിനടയിൽ വീണ വിത്ത് പോലെയാണ്. It is like a seed that has fallen in the thorn. രണ്ടിനാൽ ഞെരങ്ങി പോകുന്നത് പോലെയാ. Just like you are burdened with two things. പണ്ടൊരു കുട്ടിയോട് സൺഡേ സ്കൂൾ അധ്യാപകൻ ചോദിച്ചു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. Once a Sunday school teacher asked a student like this. മോനെ, നിനക്ക് ലാസറിനെയും ധനവാന്റെയും കഥ നീ പഠിച്ചല്ലോ. Son, you know the story of Lazarus and the rich man. നിനക്ക് എങ്ങനെയാകണം? How do you like to be? അവന്റെ മറുപടി ബുദ്ധിയുള്ള ഒരു കുട്ടി പറഞ്ഞു. A very intelligent fellow, he said like this. അവള് നല്ല കുസൃതിയും അതുപോലെ തന്നെ ബുദ്ധിയുമുള്ള ഒരു പയ്യനാണ്. Very mischievous but yet അവൻ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു. he stood up and said like this. എനിക്ക് ഭൂമിയിൽ ധനവാനെ പോലെയും In സ്വർഗ്ഗത്തിൽ ലാസറിനെ പോലെയും. this world I want to be like a rich man, and in heaven I want to be like Lazarus. ഹല്ലേലൂയ. Hallelujah. അവന്റെ ബുദ്ധി അപ്രായോഗികമാണ്, ഒരു പ്രയോജനമില്ലാത്ത ബുദ്ധിയാ. Unfortunately, that is not the way how it works. എന്റെ യേശു പറയുന്നു, നീ ഇവിടെ നഷ്ടപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് അവിടെ തരാം. My Jesus says, if you lose something here according to my word, then I will give you something ഇവിടെ there. നീ എനിക്ക് എന്റെ നാമത്തെ പ്രതി നാണക്കേട് സഹിച്ചാൽ നിനക്ക് ഞാൻ ഒരു മാനം, ഇരട്ടിയായ മാനം ഇവിടെ തരും. Because of my name, if you have lost your name in this world, I will give you riches in heaven. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നീ യേശു ക്രിസ്തുവിന് വേണ്ടി ശാപമേൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ അറിയണം. If you are ready to go through a lot of abuse for Jesus, there is a Lord who honors you. യേശു ക്രിസ്തുവിന് വേണ്ടി അപമാനമേൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു
ദൈവമുണ്ടെന്ന് നീ അറിയണം. If you are ready to suffer for Jesus, there is a God who honors you. ഞാൻ എന്റെ വാക്ക് ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. I'm stopping this message here. സമയം അവസാനിച്ചിരിക്കുന്നു. The time has come to a close. രണ്ടാമത്തെ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. I'm going to go to the next message. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. I would like everybody to stand up at this time. എനിക്ക് ഇന്നത്തെ ഈ സന്ദേശത്തിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, This is what I have to tell you in this message today. ദൈവം തന്ന മഹനീയമായ കുടുംബത്തെ കുറിച്ചാണ്. I want to tell you about the blessed family God has given. കുടുംബമായി വന്നിരിക്കുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിയാട്ടെ. Those who have come with your family, I want you to lift your hands. ഭാര്യ ഭർത്താക്കന്മാർ, Husbands and wives. അഥവാ ഭർത്താവ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. If your husbands are not here, you just pray for your husbands. വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുക. If girl children you are not married, we'll pray for a good husband for you. ഹല്ലേലൂയ. നിങ്ങളോട് പിണങ്ങി മാറി നിൽക്കുന്ന ഭർത്താവോ ഭാര്യയോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകുകയാണ്. If any of you have husbands or wives who are not in good terms with you, I'll pray for you also. ഒരു നിമിഷം ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. Let me call you 1 minute. ഭാര്യ ഭർത്താക്കന്മാർ ഒരു നിമിഷം അടുത്തടുത്ത് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വന്നാട്ടെ. If husbands and wives can be together, വിളിച്ച് അടുത്തോട്ട് വിളിച്ച് call all the. പ്രാർത്ഥിക്കാൻ പോവുക, ശുശ്രൂഷയാണ്. സ്തോത്രം. അടുത്ത് വരുന്നാട്ടെ. We're going to pray. This is going to be as a ministry. ഇനി കസേരകൾ ഒതുക്കി വെച്ചാലും കുഴപ്പമില്ല, അങ്ങ് വന്നാട്ടെ. അടുത്തടുത്ത് നിന്നു. സ്തോത്രം. ഗ്യാപ്പിലൊക്കെ നിന്നോ, ഗ്യാപ്പിൽ. സ്തോത്രം. ഗ്യാപ്പിൽ നിന്നോ. പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും ആത്മാവിൽ ഒരുമിച്ച് സന്തോഷത്തോടെ Let's നിൽക്കണം. all pray together. Husbands and wives. അമ്മച്ചിമാരും അതേ ഭർത്താക്കന്മാര് ഇല്ലാത്തവരും വിധവമാരായിട്ടുള്ള അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. സാരമില്ല, അവരൊന്നും സങ്കടപ്പെടരുത്. സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ അവർ പ്രാർത്ഥനയോടെ നിന്നാട്ടെ. Yes, Jesus is your husband for the widow. God says He identifies Himself with the widow. Pray. രായമാമന്റെ അഞ്ചാം നിന്നാട്ടെ. Hallelujah. ബാബുക്കുട്ടി ബ്രദർ അടുത്ത്, നിങ്ങൾ അടുത്ത് നിന്നാട്ടെ. സ്തോത്രം. സ്തോത്രം. യെസ്. സഹോദരിമാർ അടുത്ത് നിന്നാട്ടെ. യെസ്. അവിടെ നിന്നാ മതി. അവിടെ നിന്നോളൂ. നിന്നോ. യെസ്. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കുന്ന പകലാ. This morning the Lord is speaking to you. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. It's a very blessed place. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അടുത്തടുത്താണ് നിൽക്കുന്നത്. You are standing together. ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിലാണ് നമ്മൾ കുടുംബം എന്ന് സ്വാഭാവികമായി പറയുന്നത്. We normally talk about a family when the husband and wife are there. എല്ലാവരും അവരവരുടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്ത് നിൽക്കുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ്. I'm just making sure that you're all with your spouses. Good. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യ എന്ന് പറയുമോ സഹോദരി എന്ന് പറയുമോ? When your wife is near you, will you call her your sister or your wife? ചില ആളുകൾ പറയും എന്റെ ഭാര്യ സഹോദരി എന്ന് പറയും. Some people say my wife's sister. നോ, അല്ല, ഭാര്യ തന്നെയാണ്. No, she's not your sister, she is your wife. ദാസി എന്ന് ചിലര് പറയും. Some people say servant. ദാസി അല്ല, ഭാര്യയാണ്. Your wife is not your servant, she is your wife. ഭർത്താവിനെ കുറിച്ച് ചില ആളുകൾ പറയും എന്റെ ദാസൻ എന്ന് പറയും. Some people talk about a husband, he is my servant. എന്റെ ദാസനുമല്ല, വേറെ ആരുടെയും ദാസനുമല്ല, ഭർത്താവാ. The husband is the husband. ഇത് പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും ദൈവം നമ്മളെ പഠിപ്പിക്കുക. God is teaching us to learn and respect one another. ഭാര്യ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. In Genesis we read Sarah called Abraham master. അങ്ങനെ ഒന്നും വിളിച്ചില്ല, എടാ പോടാ വിളിക്കാതിരുന്നാ മതി. Hallelujah. Praise the Lord. Praise the Lord. Praise Hallelujah. the Lord. Praise the Lord. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? Hallelujah. ഞാൻ പറയുന്നത് ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ബഹുമാനിക്കണം. The husband and the wife must respect each other. പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ കടപ്പെട്ടവരാ. I want to tell this. Husbands, respect your wives. ഇവിടുത്തെ ഭാര്യമാർ നല്ലപോലെ ഭർത്താക്കന്മാരെ ആദരിക്കുന്നവരാ. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പറയാ, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരെ പൊന്നുപോലെ കരുതുകയും ചെയ്യണം. സ്വതന്ത്രം കേൾക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. Let me tell one more thing. ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടമില്ലാത്തവരുണ്ട്. There are people who don't like the wife's people. എന്റെ വീട് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. I like only my life. നിന്റെ അമ്മ, your mother, നിന്റെ ആങ്ങള, your brother, നിന്റെ വീട്ടുകാര്, your family. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. There are people like ഞാൻ that. ഒരു കാര്യം പറയാം. Let me tell you something. ഭാര്യ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, if you love your wife, അവരുടെ വീട്ടുകാരെ the family സ്വന്തമായി കണ്ട്, they are your own എന്റെ family, വീട്ടുകാരാണെന്ന് കണ്ട്, they are my family, സ്നേഹിക്കാൻ. we must be able to love them. ഹല്ലേലൂയ. Hallelujah. ഇത് പറയുമ്പോ സാക്ഷി നിർത്തുന്നതിനെ കൂടെ നിർത്തുന്നേ. Hallelujah. ഹല്ലേലൂയ. എനിക്ക് എന്റെ വീട്ടുകാരും എന്റെ ഭാര്യയുടെ വീട്ടുകാരും രണ്ടില്ല. For me, I don't have a distinction between my family and my wife's ഞാൻ family. ഏതെങ്കിലും ഒരു പുരുഷനോട് ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ ഒരു പുരുഷന് പോയി വേറൊരു സ്ത്രീയുടെ വീട്ടിൽ 10-25 കൊല്ലം കഴിഞ്ഞ് പോയി നിൽക്കാൻ പറ്റുമോ? I'm asking you, just like your wives are standing with their husbands in their family, can you husbands go
and be in your wife's family, stand with them after 25 years. അങ്ങനെ പോയി നിൽക്കാൻ അവർക്ക് മനസ്സ് വരത്തില്ല. You know, they have become so egoistic, they can't. എന്നാൽ സഹിച്ചു വരുന്ന ഒരു സ്ത്രീയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. We must acknowledge the personality of a woman who is willing to do that. എത്രമാത്രം നമ്മൾ സ്നേഹിക്കണം. How much we should love women. എത്ര നമ്മൾ ബഹുമാനിക്കണം. Our wives, how much we should honor them. ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം ഭാര്യ കൊടുക്കാതെ വേറൊരു സ്ത്രീ കൊടുക്കുവോ? Unless, sisters, you honor your husbands, will somebody else honor your husbands? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. എന്റെ ഭാര്യ എന്നെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ഒരു രംഗം വന്നാൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയായിരിക്കും അത്. One of my greatest pain will be if I have to insult my wife in front of others saying, this is my wife. എനിക്കൊരു മേന്മ ഉണ്ടാകാൻ അവൾ ആഗ്രഹിക്കണം. My wife must desire that I have a quality and a rise. ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുക, I'm telling every sister and every brother in this family, yes. അവനവന്റെ വീട്ടിലെ ഭർത്താക്കന്മാരെ അവർക്കൊരു മാനക്കേട് ഉണ്ടായാൽ അത് എൻ്റെ താഴ്ചയാണെന്ന് അറിഞ്ഞ് അവരെ ഉയർത്തിയെടുക്കാനും അവരുടെ താഴ്ചയിൽ നിന്ന് അവരെ കൊണ്ടുവരുവാനും എൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് ഓരോ ഭാര്യമാരും തീരുമാനിക്കണം. Let every wife decide, if my husband has a drawback, it is my responsibility to pray for my husband, stand with my husband and make sure he is not dishonored in the land. അതുപോലെ തന്നെ അവനവന്റെ ഭാര്യമാരെയും. In the same way, husbands, we also our wives. ഞാൻ ഇന്ന് കല്യാണ പ്രസംഗം ഒന്നും പറയുന്നത് നിർത്താൻ പോവാ. I'm going to stop this ministry now. ഒരു ചെറിയ കറിക്കകത്ത് ഒരു കരട് കണ്ടാൽ, ഒരു മുടിയുടെ അംശം കണ്ടാൽ ഉടനെ തന്നെ ഭാര്യയെ ചീത്ത വിളിക്കുന്ന, അനാവശ്യം പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. There are husbands, I personally do not know, there are husbands who if they see something in a curry, they immediately abuse their wives through words. നിന്നെ ആര് പഠിപ്പിച്ചു? Who taught you to cook? നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു വിട്ടതാണ്. Did not your mother teach you how to cook? അപമാനിച്ച് സംസാരിക്കുന്നവരുണ്ട്. Teaching and insulting their wives. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Let me tell you one thing. അതൊക്കെ അവിടെ കിടക്കട്ടെ. Let it all be there. നിങ്ങൾക്ക് ദൈവം തന്ന ഭാര്യ, നിങ്ങൾക്ക് ദൈവം തന്ന ഭർത്താവ്. God gave you your wife, God gave you your husband. നിങ്ങൾ ബഹുമാനം കൊടുത്തെങ്കിലേ അവർക്ക് ബഹുമാനം കിട്ടൂ. Unless you honor them, they will not be honored. ലോകത്തിൽ ഒരു സ്ത്രീയും ഒരു പേര് നമ്മൾ എന്നെ ബഹുമാനിക്കാനും ആദരിക്കാനും ഷേർലി ഒഴിച്ച് വേറൊരാൾ വരാൻ ഇടയാക്കരുത്. Surely his wife should be the only person who should honor him. Somebody else should not come into that place. മുഖത്തിന്റെ വാട്ടവും കണ്ടിട്ട് എന്നോട് വന്നിട്ട്, അയ്യോ പാസ്റ്റർക്ക് എന്തോ പറ്റി, ഭയങ്കര ക്ഷീണമാണല്ലോ, ഞാൻ ഇച്ചിരി ചായ ഇട്ട് തരട്ടെ എന്ന് എന്നോട് ചോദിക്കാനുള്ള സ്ഥിതിവിശേഷം ചിലപ്പോൾ സ്നേഹം കൊണ്ട് പറയാം. പക്ഷെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കാൻ ഞാൻ ആരെ അനുവദിക്കുകയില്ല. In my life, I don't allow anybody to comfort me in the place of my wife. Hallelujah. Hallelujah. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? You know why I said that? നമുക്ക് അവരവർക്ക് തന്നിരിക്കുന്ന ഭാര്യ ഭർത്താവ് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ കടപ്പെട്ടവരാ. We have a responsibility to love our wives and love our husbands and respect them. അതെ, നമുക്ക് നമ്മുടെ ഭാര്യമാരെ അടുത്ത് ചേർത്ത് നിർത്താം, ഭർത്താക്കന്മാരെ അടുത്ത് ചേർത്ത് നിർത്തിയാട്ടെ. Just keep them close. And ഒരു കാര്യം പറഞ്ഞോട്ടെ. Those of you who are single in this place, I want you to know, Jesus himself is very near you. യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ No problem. അതുകൊണ്ട് അത് വിഷമം നിങ്ങൾക്ക് തോന്നരുത്. Hallelujah. Jesus is with us. സഹോദരിമാരെ അടുത്ത് നിർത്തിയാട്ടെ, നിങ്ങളുടെ ഭാര്യമാരെ അടുത്ത് നിർത്തിയാട്ടെ. Let your wives be close. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. I love my wife. അതെ, എൻ്റെ യേശുവിന്റെ സ്നേഹം ഞാൻ പകരുകയാണ്. I'm imparting the love of my Jesus. ഭാര്യമാർ ഓരോരുത്തരും പറയണം, ഞാൻ എൻ്റെ ഭർത്താവ് ഇന്നയാളെ സ്നേഹിക്കുന്നു. യെസ്. Hallelujah. നിങ്ങളുടെ അകത്ത് സ്നേഹം കുറയരുത്. Let not love come low in your life. ലോകത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളൊന്നും നമ്മളെ ബാധിക്കരുത്. Nothing of the world must influence us. 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലമായാലും സ്നേഹം ഒരിക്കലും വഴുതി മാറിപ്പോകരുത്. Even after 50 years, love must not grow cold. ലോകത്തിൽ ഏറ്റവും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയിൽ ഇന്ന് വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയുന്നു, അതെ, നിങ്ങളുടെ സ്നേഹം ഉറച്ചു വരട്ടെ. The Holy Spirit tells every person, let your love begin to grow. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. Let's pray together. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല കുടുംബത്തിനായിട്ട് നന്ദി. Thank you for the good family that is with us. ഞങ്ങൾക്ക് നൽകിയ നല്ല മക്കൾക്കായിട്ട് നന്ദി. Thank you for the children who are with us. ഞങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായിട്ട് നന്ദി. Thank you for loving us, Lord. ഞങ്ങൾ പരസ്പര വിരോധം പറയാതെ, Instead of finding fault with each other, പരസ്പരം പഴിചാരാതെ, without finding fault with one another, സ്നേഹത്തിൽ in love, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, take our life together. ബഹുമാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ In love, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. teach us. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. Oh, help us. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. എല്ലാവരും പോയിരുന്നാട്ട്. Please be seated. ഇന്ന് പകലിൽ ഇങ്ങനൊരു അവസരം വീണ്ടും എനിക്ക് നൽകിയതിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank God for giving me an opportunity like this. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഇവിടെ വെച്ച് കാണാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് കാണാം. അല്ല, കർത്താവിന്റെ വരവ് സംഭവിക്കുമെങ്കിൽ മേഘത്തേരിൽ ഒരുമിച്ച് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. If the Lord allows and permits, we will meet again. Otherwise, we will be able to meet with Jesus.